ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. തുടരും, ഗെറ്റ് സെറ്റ് ബേബി, ബസൂക്ക, ജിംഖാന തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് സുമോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. യോഗി ബാബു എന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി തമിഴ് മൂവിയാണ്. ഈ സിനിമയിൽ നിന്ന് സണ്ണസ്റ്റിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലിയുടെ പുതിയൊരു സിനിമയായിരുന്നു സർക്കിറ്റ്. പക്ഷെ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഒരാഴ്ചകളിൽ തന്നെ സർക്കിറ്റ് വാഷ് ഔട്ടായി. നല്ലൊരു കഥയാണ് സിനിമ പറഞ്ഞു പോയത്. തിയേറ്ററിൽ നിന്ന് പോസ്റ്റർ റിപ്പോർട്ടാണ് സർക്കിറ്റിന് ലഭിച്ചത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജൂൺ മാസം ഫസ്റ്റ് വീക്കിലാണ് സർക്കിറ്റിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അൾട്രാഫ്ലോപ്പായ സിനിമയാണ് കപ്പ്. മാത്യു തോമസ്, അനിക, നമിത പ്രമോദ് തുടങ്ങി ഒരുപാട് പേര് കപ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ് കപ്പ്. ഈ സിനിമയുടെ OTT സൈനാപ്രായാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഇറങ്ങി മാസങ്ങളായി, ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജൂൺ മാസത്തിൽ കപ്പ് സിനിമ സൈനാപ്രായിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസനക്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2021 ഇറങ്ങിയ നിവിൻ പോളി സിനിമയാണ് രാമചന്ദ്ര. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമയുടെ OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഒരു കോമഡി ആക്ഷൻ മൂവിയാണ് രാമചന്ദ്ര. സൗബിൻ, നിവിൻ പോളി, മമിത ബൈജു, അനൂപ് വേന തുടങ്ങി ഒരുപാട് പേര് രാമചന്ദ്രയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആമസോൺ പ്രൈമിൽ ജൂൺ മാസം ഫസ്റ്റ് വീക്കിലാണ് രാമചന്ദ്രയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ടോവിനോ തോമസ് ആണ് നടികർ സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നടികർ. ഇറക്കിയ പൈസ പോലും തിരിച്ചു കിട്ടാൻ സാധിച്ചിട്ടില്ല. അത്രയ്ക്ക് സിനിമ ഫ്ലോപ്പായി. നടികർ ഇറങ്ങിയിട്ട് കുറെ കാലമായി, ഇതുവരെ OTT റിലീസ് പോലും ചെയ്തിട്ടില്ല. അതുപോലും വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് നടികർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. നടികർ ഒരു കോമഡി മൂവിയാണ്. ജൂൺ മാസം ഫസ്റ്റ് വീക്കിൽ നടികർ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയിലെ നായിക. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ഫൂട്ടേജ് സ്വന്തമാക്കിയത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഫൂട്ടേജിന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് ഫൂട്ടേജിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജൂൺ മാസത്തിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പ്രിൻസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപിന്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി. സാധാരണ ദിലീപ് സിനിമയ്ക്ക് നെഗറ്റീവാണ് ലഭിക്കാറ്. ഇപ്പോൾ ഇതാ വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലി വിജയിച്ചിരിക്കുകയാണ്. ഒരു കോമഡി റൊമാന്റിക്കൽ മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം ഫസ്റ്റ് വീക്കോട് കൂടി ആമസോൺ പ്രൈമിൽ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് തുടരുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തുടരും സിനിമയ്ക്ക് വേണ്ടി അധികം ആളുകൾ വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം ഒരുവിധം എല്ലാവരും തുടരും സിനിമ തിയേറ്ററിൽ കണ്ടു. 200 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് തുടരും. ഇതൊരു ത്രില്ലർ സിനിമയാണ്. മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തിയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ തുടരും സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് 28 ദിവസം കഴിഞ്ഞിട്ടാണ് സിനിമ OTT വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ മാസം 28 അല്ലെങ്കിൽ 29 തുടരും സിനിമ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി മൂവിയാണ്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ സർപ്രൈസ് ആയിട്ട് വരുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരു പക്ഷേ ഇന്ന് രാത്രി ഗെറ്റ് സെറ്റ് ബേബി വരാൻ സാധ്യതയുണ്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റ് അല്ലാത്തതുകൊണ്ട് ഉറപ്പിക്കാൻ സാധിക്കില്ല. സർപ്രൈസ് ആയതുകൊണ്ട് ഈ വീക്കിൽ തന്നെ ഗെറ്റ് സെറ്റ് ബേബി റിലീസാവും. നിഖില വിമൽ, ഉണ്ണിമുതനാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബസൂക്ക തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. പക്ഷേ ബസൂക്കയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. ഇതൊരു ആക്ഷൻ മൂവിയാണ്. C5 ആണ് ബസൂക്ക സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 25 C5-ൽ ബസൂക്ക സിനിമ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ബസൂക്ക റിലീസാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ബസൂക്ക തിയേറ്ററിൽ പരാജയപ്പെട്ടുവെങ്കിലും OTTക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നസ്രിൻ നായകനായ ഏറ്റവും വലിയ സിനിമയായിരുന്നു ആലപ്പുഴ ജിംഖാന. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയാണ് ജിംഖാന. ലുക്മാൻ അടക്കം ഒരുപാട് പേര് ജിംഖാനയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഖാലിദ് റഹ്മാനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് ജിംഖാനയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മെയ് മാസം 25-നാണ് OTT റിലീസ്. ഒഫീഷ്യൽ തീയതിയല്ല, സർപ്രൈസ് ആയിട്ടാണ് വരാൻ പോകുന്നത്. റൂമറുകൾ അനുസരിച്ച് ജിംഖാന സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ആമസോണിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.